അമ്പോ! 2 ദിവസമായിട്ട് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതല്ലേ? കേരള ഇലക്ഷൻ, തമിഴ്നാട് ഇലക്ഷൻ, എൽഡിഎഫ് പോയി. നന്നായി പോയത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് വിജയ് വരുന്നു, അണ്ണൻ വന്നു, അണ്ണി വന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടെ ചിന്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, നാടിന് പുറത്തുള്ളവരും ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് എനിവേ, ആര് വന്നാലും ആര് പോയാലും നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മറക്കാതിരിക്കുക. നമ്മൾ കുറേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. യുഡിഎഫ് വന്നു, ടിവികെ വന്നു. ഇതെല്ലാം സക്സസ്ഫുൾ ആണ്, എല്ലാം നല്ലതിനാണെന്നൊക്കെ വിചാരിച്ചാലും ഉണ്ടല്ലോ, നമ്മളെപ്പോഴും മറന്നു പോകുന്ന കാര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ എന്തിനാണ് നിയമിച്ചത് എന്നുള്ളത്. അത് നമ്മളും മറന്നു പോകും, അവരും മറന്നു പോകും അടുത്ത ഇലക്ഷൻ വരെ. അപ്പോൾ ബേസിക്കലി ഞാൻ ബൈ ബർത്ത് മലയാളിയാണ്. പക്ഷേ ഞാൻ വളർന്നത് മൊത്തം തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ് ഇസ് ദെയർ ഇൻ മൈ ബ്ലഡ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തമിഴാളിയാണെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ബട്ട് വാട്ട് ഐ വോണ്ടഡ് ടു സേ ഇസ്, ലൈക്ക് തമിഴ്നാട്ടിൽ ആര് വന്നാലും, ഡി എം കെ വന്നാലും എ ഡി എം കെ വന്നാലും ടി വി കെ വന്നാലും അവിടെ വികസനത്തിന് ഒരു കുറവുമില്ല. Like there is always progress, there is always better schools, better education, better infrastructure, better roads, better train services. എല്ലാം ഒന്നിലധികം ഓരോ വർഷവും ബെറ്റർ ആയിക്കൊണ്ട് തന്നെയാണ് വരുന്നത്, റൈറ്റ്? അപ്പം വികസനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളം വിട്ട് ഉള്ള ഏത് സ്റ്റേറ്റ് നോക്കിയാലും അവിടെ വികസനമുണ്ട്, റൈറ്റ്? ഇഫ് യു ലുക്ക് അറ്റ് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന, എല്ലാവരും ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് വെൻ കമ്പയർ ടു ഓൾ ദ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, റൈറ്റ്? അപ്പം കേരളം മാത്രം ഒതുങ്ങിപ്പോവരുത്. നീ ആസ് എ മലയാളി, ഐ വുഡ് റിയലി വാണ്ട്, 10 വർഷം കൊണ്ട് കേരളം ഒരു കുട്ടിച്ചോറായി ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തി. ഇനി UDF ഭരിക്കാൻ വരുമ്പോഴത്തേക്കും കുറച്ച് ബെറ്റർ ആക്കണം. നമുക്ക് യൂത്താണ് വേണ്ടിയത്, നമുക്ക് യങ്സ്റ്റേഴ്സ് വേണം. അപ്പം യങ്സ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക, നല്ല കോളേജസ്, സ്കൂൾസ്, അതിൻ്റെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്കൂളും കോളേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ചെയ്യാനായിട്ട് നാട്ടിൽ അതിനുള്ള സർവീസസ് കൊണ്ടുവരിക, ടെക്നോളജി അവൈലബിൾ ആക്കുക, ആക്സസിബിൾ ആക്കുക റൂറൽ ആൻഡ് urban ഏരിയാസിലേക്ക്. അത് നമ്മൾ എപ്പോഴും urban മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഏതൊരു ഗ്രാമത്തിലുള്ള ആൾക്കും ഈസി ആയിട്ട്, ഇവൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോൺ ആൻഡ് ഇൻ്റർനെറ്റ് മാത്രമല്ല, ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യാവുന്ന കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത്, റൈറ്റ്? സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടും അതിന് വേണ്ടിയ ഫെസിലിറ്റീസും എല്ലാം ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഒരു നാട് എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളത് ഇരിക്കുന്നത്, റൈറ്റ്? നമ്മുടെ ആൾക്കാർ എത്ര പരിശ്രമിച്ചാലും അതിന് ബിഗർ ഫോഴ്സ് വേണം. എൻ്റെ പേരൻസൊക്കെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കാരണം തന്നെ ഈ CPIൻ്റെ മുദ്രാവാക്യങ്ങളും CPIക്കാരുടെ സമരങ്ങളും കാര്യങ്ങളും യൂണിയൻകാരുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് നന്നായി, ഞങ്ങളൊക്കെ ശരിക്കും നല്ല രീതിയിൽ വളരാൻ പറ്റി. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഇനിയും കുറേ നന്നായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നും നന്നായിട്ട് നാടിനെ വികസിപ്പിക്കണമെന്നും ചിന്തിക്കുന്ന കുറേ മെർച്ചൻസ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ ജീവിക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുക, അവരെ ഓടിച്ചു വിടാതിരിക്കുക. കിറ്റക്സ് സാബു ഒക്കെ പോയതൊക്കെ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളൂ. അതുപോലത്തെ ഒരാളായിരുന്നു എൻ്റെ ഫാദർ. അപ്പം ശരിക്കും ഞങ്ങളൊക്കെ കേരളത്തിലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൗ ഐ എം ഹാപ്പി ദറ്റ് ഐ വാസ് നോട്ട് റേസ്ഡ് ഇൻ കേരള ഫോർ എ ലോങ് ടൈം. ഇത് പറയുമ്പോഴത്തേക്കും കുറേ പേര് പൊങ്കാലയിടാൻ വരുമായിരിക്കും. ബിക്കോസ് ഞാൻ വളർന്ന തമിഴ്നാട്ടിൽ ഐ ഹവ് സീൻ ഹൗ പീപ്പിൾ റെസ്പെക്ട് ഈച്ച് അതർ. അമ്മ, സൊല്ലുമ്മ, ഉക്കാറുമ്മ, കണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ റെസ്പെക്ട്ഫുള്ളോടെ വർത്താനം പറയുന്ന സ്റ്റേറ്റാണത്. അപ്പം നാട്ടിൽ വന്നിട്ട് ഈ എടി, വാടി, പോടി, ഇരിക്കടി, നിക്കടി, എന്നാടി, നിനക്കെന്നാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ വർത്താനം കേൾക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ, നമ്മുടെ ഈ അടി, കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ 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 പെരുത്ത് കയറും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന്. സോ കേരളം കുറേ മാറാനുണ്ട്. കേരളത്തിലെ ആൾക്കാർ എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾക്കാർ കൂടുതലും നാട് വിടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദേ വോണ്ട് ടു ബിക്കം ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഐ സി എ ലോട്ട് ഓഫ് പീപ്പിൾ മൂവിങ് ഔട്ട് ഓഫ് കേരള. പഠിക്കാനാണെങ്കിലും കോളേജിനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഈവൻ ഫാമിലി ഒന്ന് സെറ്റിൽ ഡൗൺ ആണെങ്കിലും വൈ ആർ പീപ്പിൾ നോട്ട് സ്റ്റേയിങ് ബാക്ക്? ബിക്കോസ് തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. ഈവൻ അമേരിക്കയിലൊക്കെ വന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് തമിഴ്നാട്ടിലേക്കുണ്ട് കേട്ടോ. അവർ ദേ വോണ്ട് ടു ഗോ ബാക്ക്, ദേ വോണ്ട് ടു ഗോ ആൻഡ് സെറ്റിൽ ഡൗൺ ദെയർ. അവർക്ക് എപ്പോഴും റിട്ടേണിങ് ബാക്ക് ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഡ്രീമാണ് ടു ഗോ ബാക്ക് ടു ദെയർ കൺട്രി ആൻഡ് ഡു സംതിങ്, അല്ലെങ്കിൽ ടു ഗോ ബാക്ക് ടു ദെയർ സ്റ്റേറ്റ് ആൻഡ് ഡു സംതിങ്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ട് അതില്ലാത്ത? തിങ്ക് ചെയ്യണം, എല്ലാവരും തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ടിയത് വികസനമാണ്. ലൈക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസിനെ മാത്രം നോക്കി ഇങ്ങോട്ട് മൈഗ്രേഷൻ അല്ലാതെ ബ്രിങ് പീപ്പിൾ ബാക്ക് ടു ദ സ്റ്റേറ്റ്. എന്നാലല്ലേ ഉള്ളൂ ആ സ്റ്റേറ്റിന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് ദ പീപ്പിൾ ഹു ലിവ് ദെയർ, പീപ്പിൾ ഹു സർവൈവ് ദെയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ദ ബിഹേവിയർ തന്നെ കുറേ ലൈക്ക് ഒരു ഒട്ടും നല്ലതല്ലാത്ത ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടുള്ള ആൾക്കാർ കുറേ പേര് നാട്ടിൽ നിൽക്കുന്നുണ്ട്. മെയിനായിട്ട് പറയുവാണെങ്കിൽ തീവ്രത കൂടുതലുള്ള ആൾക്കാർ. ഇറ്റ് കെൻ എയ്തർ ബി റിലീജിയസ് തീവ്രത ഓർ പൊളിറ്റിക്കൽ തീവ്രത ഓർ ലൈക്ക് യൂണിയൻ തീവ്രത ഒക്കെ പൊളിറ്റിക്സിനകത്ത് വരും. അപ്പം അതുപോലത്തെ ഒരു തീവ്രത ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് കൂടുതലും നാട്ടിൽ സർവൈവ് ചെയ്ത് നിന്ന് പോകുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ ബാക്കിയുള്ളവർക്ക് തോന്നത്തില്ല, റൈറ്റ്? സോ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആൾക്കാരെ പിടിച്ച് നിർത്താനായിട്ട്, ഒരുമിച്ച് നിർത്താനായിട്ട്, ഒരുമിച്ച് ഗ്രോ ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്പേസ് ഒരുക്കി തരിക. ഐ ഹോപ്പ് ഐ can dream that Kerala gets better. Because I have so much love for Kerala, guys. I'm a Malayali.
അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഐ റിയലി വാണ്ട് കേരള ടു ഗെറ്റ് ബെറ്റർ ഇൻ സോ മെനി വേസ്. നമ്മൾ ജസ്റ്റ് എറണാകുളം, തിരുവനന്തപുരം അങ്ങനത്തെ കുറച്ച് ഏരിയാസ്, കുറച്ച് IT ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യാതെ ലെറ്റ്സ് ഓൾ ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ ബെറ്റർ നേഷൻ, better state, better place, a better world. Thank you.